അതെ, ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. ഇന്ന് ഉച്ചയോടുകൂടി വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. കർശന നിയന്ത്രണങ്ങളാണ് ഹൈക്കോടതി ചുമത്തിയത്, നിർദ്ദേശിച്ചത്. അതെ, ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അപ്രായോഗികമായ സംഗതികളാണ് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും പുറത്തുള്ള നിബന്ധനകൾ ഏർപ്പെടുത്താനാവില്ല. അതായത് ചട്ടം നിലവിലുള്ളത് നാട്ടാന പരിപാലന നിയമമാണ്, അത് പാലിക്കാം. അത് 2012 വന്നതാണ്. അതിനപ്പുറത്തേക്ക് ഹൈക്കോടതി പുതുതായി നിർദ്ദേശിച്ചത് ഒട്ടും പ്രായോഗികമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരുടെ സുപ്രീം കോടതി ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഏർപ്പെടുത്തിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവാമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സമർപ്പിച്ച ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. 2012 നാട്ടാന പരിപാലന ചട്ടങ്ങൾ പാലിച്ച് ആനകളെ എഴുന്നള്ളിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ ചട്ടത്തിൽ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗ്ഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിന് വിരുദ്ധമായി നിർദ്ദേശങ്ങൾ നൽകാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവ്. ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലെ നിയമങ്ങൾ പാലിച്ചല്ലെന്നും പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരം പൂരം നടത്താനാവില്ലെന്ന് ദേവസ്വങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കുമ്പോൾ സ്ഥലപരിമിതി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ദേവസ്വങ്ങൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ സുരക്ഷിതമായി പൂരം നടത്തുക എന്നത് അതാത് ദേവസ്വങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. എന്തെങ്കിലും അക്രമ സംഭവങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായാൽ ദേവസ്വങ്ങൾ പിഴയടക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചിട്ടുണ്ട്. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. അനിവാര്യമായ ആചാരമല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളത്ത് തുടരാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതടക്കം ചട്ടത്തിന് പുറത്ത് ഹൈക്കോടതി ഏർപ്പെടുത്തിയ എല്ലാ നിബന്ധനകളും സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചു. കൈരളി ന്യൂസ്, ദില്ലി.